നമസ്കാരം. മഹാശക്തികളുടെ സൗഹൃദങ്ങൾ പലപ്പോഴും പർവ്വതങ്ങളെ പോലെയാണ്. അകലെ നിന്ന് നോക്കുമ്പോൾ അചഞ്ചലമെന്ന് തോന്നും. എന്നാൽ ഉള്ളിൽ വിള്ളലുകൾ വീണു തുടങ്ങുമ്പോൾ ആദ്യം കേൾക്കുന്നത് ചെറിയ ശബ്ദങ്ങളായിരിക്കും. പിന്നീട് ആ ശബ്ദങ്ങൾ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഇടിമുഴക്കങ്ങളായി മാറും. ഇന്ന് വാഷിംഗ്ടണിനും ടെലവീവിനും ഇടയിൽ വീശുന്ന കാറ്റിൽ അത്തരം ഒരു ഇടിമുഴക്കത്തിന്റെ സൂചനകളുണ്ട്. വർഷങ്ങളായി അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായ കൂട്ടുകെട്ടുകളിൽ ഒന്നായിരുന്നു ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം. അധികാരത്തിന്റെ പല യുദ്ധഭൂമികളിലും ഇരുവരും പരസ്പരം താങ്ങും തണലുമായി നിന്നു. എന്നാൽ ഇപ്പോൾ ആ ബന്ധത്തിന്റെ ഉപരിതലത്തിൽ അസ്വസ്ഥതയുടെ തിരമാലകൾ വ്യക്തമാവുകയാണ്. ഇത് രണ്ട് നേതാക്കളുടെ വ്യക്തിപരമായ തർക്കമല്ല, മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെക്കുറിച്ചുള്ള രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുടെ സംഘട്ടനമാണ്. ട്രംപിന് ഇപ്പോൾ വേണ്ടത് നയതന്ത്ര വിജയങ്ങളുടെ തലക്കെട്ടുകളാണ്. ഇറാനുമായുള്ള ചർച്ചകളും ലെബനനിലെ വെടിനിർത്തൽ ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേട്ടങ്ങളായി മാറണം. എന്നാൽ നെതന്യാഹുവിലെ യുദ്ധഭൂമിയിലെ ഓരോ നീക്കവും ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ ആവശ്യകത കൂടിയാണ്. ഈ രണ്ട് ലക്ഷ്യങ്ങൾ പരസ്പരം വിരുദ്ധ ദിശകളിലേക്ക് നീങ്ങുമ്പോൾ സംഘർഷം അനിവാര്യമാകും. ഇതിന്റെ ഭീകരത അവിടെയാണ്. അമേരിക്കയുടെ പിന്തുണയാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ നയതന്ത്ര കവചം. ആ കവചത്തിൽ ചെറിയ വിള്ളലുകൾ പോലും പ്രത്യക്ഷപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം യുദ്ധഭൂമിയേക്കാൾ വലുതായിരിക്കും. ട്രംപ് ആക്രമണങ്ങൾക്ക് നിയന്ത്രണം ആവശ്യപ്പെടുമ്പോൾ നെതന്യാഹുവിനെ പഴയ പോലെ സ്വതന്ത്രമായി മുന്നേറാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒരിക്കൽ ഒരു ഫോൺ വിളി മതിയായിരുന്നു വാഷിംഗ്ടണിനെ തന്റെ പക്ഷത്ത് നിർത്താൻ. ഇന്ന് അതേ ഫോൺ വിളികൾ തന്നെ മുന്നറിയിപ്പുകളുടെ സ്വരമായി മാറുന്നുവെന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. ലെബനനിലെ സൈനിക നടപടിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്ഷുഭിതനായെന്നും അസഭ്യം പറഞ്ഞെന്നുമുള്ള റിപ്പോർട്ടുകളോട് പ്രതികരിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ട്രംപുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നും എന്നാൽ പൊതുവായ വിഷയങ്ങളിൽ യോജിപ്പിലെത്തുമെന്നും നെതന്യാഹു പ്രത്യാശ പ്രകടിപ്പിച്ചു. CNBCക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം ഉണ്ടായത്. താങ്കളെ ഭ്രാന്തനെന്ന് വിളിച്ചോ എന്ന ചോദ്യത്തിന് സംഭാഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് താൻ കടക്കുന്നില്ല എന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. അതേസമയം നെതന്യാഹുവിനെ ഭ്രാന്തനെന്ന് വിളിച്ചതായി ട്രംപ് മറ്റൊരു അഭിമുഖത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. ലെബനനിൽ ഹിസ്ബുള്ളയുമായുള്ള ഇസ്രയേലിന്റെ പോരാട്ടം ഇറാനുമായുള്ള സമാധാന ചർച്ചകളെ തടസ്സപ്പെടുത്തുന്നു എന്നതിൽ തനിക്ക് ചെറിയ അസ്വസ്ഥതയുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ലെബനനിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തി വരുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ക്ഷുഭിതനായി സംസാരിച്ചത്. ലെബനനിലെ ആക്രമണത്തെ തുടർന്ന് US-ഉമായുള്ള ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുകയാണെന്ന് ഭീഷണി മുഴക്കിയതിന് പിന്നാലെയായിരുന്നു ഇത്. യുദ്ധം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ട്രംപും താനും തമ്മിൽ തന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എന്നാൽ തങ്ങൾ പല കാര്യങ്ങളിലും യോജിക്കുന്നുവെന്നും നെതന്യാഹു CNBCയോട് പറഞ്ഞു. ഇറാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒരുപോലെ ഒരു നിലനിൽപ്പ് ഭീഷണിയാണെന്നും ആണവായുധം വികസിപ്പിക്കുന്നതിൽ നിന്ന് അവരെ തടയേണ്ടത് നിർണായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 ദിവസത്തിലൊരിക്കൽ താനും ട്രംപും തമ്മിൽ സംസാരിക്കാറുണ്ടെന്നും അഭിമുഖത്തിനിടെ നെതന്യാഹു പറഞ്ഞു. ഞങ്ങൾക്ക് പൊതുവായ ലക്ഷ്യങ്ങളുണ്ട്, അവ നിറവേറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നത് സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്നുണ്ടെന്നും നെതന്യാഹു തുറന്നു സമ്മതിച്ചു. ട്രംപ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സുഹൃത്താണെന്ന് പറഞ്ഞ നെതന്യാഹു ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന റിപ്പോർട്ടുകളെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ ബന്ധങ്ങൾ തകരുന്നത് ഒരൊറ്റ ദിവസം കൊണ്ടല്ല. ആദ്യം വിശ്വാസം കുറയും, പിന്നെ ക്ഷമ നശിക്കും, ഒടുവിൽ പിന്തുണ കുറയും. ട്രംപ് നെതന്യാഹു ബന്ധം ആ യാത്രയുടെ തുടക്കത്തിലാണോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. കാരണം ഈ ബന്ധം വഷളാകുന്നത് രണ്ട് നേതാക്കളുടെ വ്യക്തിപരമായ നഷ്ടമല്ല, മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും സ്ഥിതിഗതികളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ഭൂകമ്പത്തിന്റെ ആദ്യ സൂചനയാകാം.